ഹായ് ഡിയാസ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ നല്ലൊരു ഡബിൾ ഷെയ്ഡിലേക്ക്, ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. നല്ലൊരു ഗ്രീൻ കളർ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ടോപ്പിലേക്ക് വരുന്നത്. അതിന്റെ ദാമൻ പോർഷനിലേക്ക് വരുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതുപോലെ നല്ലൊരു എല്ലാവർക്കും മാച്ച് ആയി പോകുന്ന നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ്, ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് പ്രിന്റുകൾ പോകുന്നുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ്റെയും ആ ഒരു ചോക്ലേറ്റ് കളറിന്റെയും കോമ്പിനേഷനിലാണ് ആ ഒരു പ്രിന്റുകൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ദമൻ പോർഷനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും വരുന്ന ഒരു ക്രോഷ്യ ലേസ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല വീതിയിൽ നല്ല ഭംഗിയായിട്ട് വരുന്നു ഇതുപോലെ. അതിനുശേഷം വീണ്ടും ഇതുപോലെ ആ ഒരു പ്രിന്റുകൾ വരുന്നുണ്ട്. ദെൻ അഗെയിൻ അതുപോലെ ആ ഒരു ക്രോഷ്യ ലേസ് വീണ്ടും എൻഡിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെയാണ് ദാമൻ പോർഷൻ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് ഈ ഒരു സെയിം ഗ്രീൻ കളറും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 2.5 മീറ്റർ ടോപ്പ് ഫാബ്രിക് വരുന്നുണ്ട്. ഷോള് വരുന്നതും ഷിഫോൺ ഷോളാണ്. നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടന്നോളും. ഷോളിന്റെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വരുന്നുണ്ട് ഇങ്ങനെ 2 കളറിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. 2.5 മീറ്റർ ടോപ്പ് ദുപ്പട്ടയും വരുന്നുണ്ട്. ബോട്ടം വരുന്നതാണ് ഒരു സിൽക്കി ഫിനിഷിംഗ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് വരുന്നു. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് പ്രിന്റുകളും വരുന്നുണ്ട്. 1545 സെറ്റിന്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ്. നല്ലൊരു ചിക്കു കളറിന്റെയും പിങ്ക് കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റുകൾ ഇതിലേക്ക് ഓൾ ഓവർ പോകുന്നുണ്ട്. ഇങ്ങനെ അതിലേക്ക് ദാമൻ പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ആ ഒരു ക്രോഷ്യ ലേസും പിങ്ക് കളറിൽ അതിലേക്കും ഇതുപോലെ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. ബ്ലാക്ക് കളറിലേക്ക് അതിന്റെ എൻഡിലും ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പ്രിന്റുകൾ ഇങ്ങനെ പോകുന്നു. ഷോള് വരുന്നതും ആ 2 കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ്. പിങ്കിന്റെയും ചിക്കു കളറിന്റെയും കോമ്പിനേഷനിൽ പ്രിന്റുകൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ആ ഒരു ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ബോട്ടം വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു മസ്റ്റാർഡിലോ ഒരു വൈൻ കളർ കോമ്പിനേഷൻ ആണ്. ഇതിലേക്ക് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടാണ് പ്രിന്റുകൾ വരുന്നത്. ദാമൻ പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് പോകുന്നത്. സ്കാറ്റേഡ് ആയിട്ട് പ്രിന്റുകളും വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല കംഫർട്ടബിൾ ആണ്. ദുപ്പട്ടയൊക്കെ ഇടുമ്പോൾ നല്ല രസമല്ലേ, ഒരു കോമ്പിനേഷൻ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു വൈൻ ഷെയ്ഡിലേക്ക് തന്നെ ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്കിന്റെയും ഒരു ഗ്രേ കളറിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവരിക്കും താഴേക്ക് ആ ഒരു ദാമൻ പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള ആ ഒരു ക്രോഷ്യ ലേസ് പോകുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് അല്ലേ. ആ ഒരു കോമ്പിനേഷൻ, എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ബോട്ടവും ആ ഒരു ഗ്രേ കളറിലേക്ക് തന്നെ, ഗ്രേഷ് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ചിക്കു ആൻഡ് ഒരു ബാങ്കോ യെല്ലോ കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം സെയിം തന്നെ, ആ ഒരു പ്രിന്റുകളിലും കളറിലും വരുന്ന വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ 2 കളറിന്റെ കോമ്പിനേഷനിൽ തന്നെ ദുപ്പട്ട വരുന്നുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം. ഇതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെ. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ചിക്കു കളറാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. ഒരു ബ്ലാക്കിന്റെ ഓറഞ്ച് കളറിന്റെ എല്ലാം കോമ്പിനേഷൻ, മറ്റു കളർ അതിലേക്ക് വരുന്നുണ്ട്. ദാമൻ പോർഷനിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്രീൻ കളർ വരുന്നു. നല്ല ഹെവി ആയിട്ട് വരുന്ന ക്രോഷ്യ ലേസിന്റെ ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എല്ലാം നല്ല ഭംഗിയാണ്. നല്ല ഷേപ്പിൽ നമുക്ക് നല്ല ഒതുങ്ങി കിടന്നോളും. സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ദാമൻ പോർഷനിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരും. ഇതിലേക്ക് ആ ഒരു എൻഡ് ഭാഗത്തേക്ക് ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സൈഡ്സിലേക്ക്, എല്ലാ സൈഡിലേക്കും 4 സൈഡിലേക്കും ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാട്ടോ. പ്രിന്റുകൾ പോകുന്നത് ഇതുപോലെയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. ദാമൻ പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്രോഷ്യ ലേസ്, ഒരു പിങ്ക് കളറിലെ പ്രിന്റുകളും വരുന്നുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ദുപ്പട്ട വരുന്നതും പിങ്കിന്റെയും വൈറ്റിന്റെയും കോമ്പിനേഷനിൽ ഇതുപോലെ നല്ല തെളിഞ്ഞ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിന്റെയൊക്കെ ബോഡിയിലേക്കും എല്ലാം ഇതുപോലെ ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഷോളിന്റെ ദാമൻ പോർഷനിലേക്കും വരുന്നുണ്ട്. സൈഡിലേക്ക് എല്ലാം ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ഇങ്ങനെ പിങ്ക് കളറിലേക്ക്, അതിലേക്ക് തന്നെ പ്രിന്റുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. 1545 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വെബ്സൈറ്റ് വഴിയാണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.